മഴ ഇപ്പൊ പെയ്യുമ്പോൾ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വേറെ മുന്നറിയിപ്പൊന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് 3-ാം തീയതി എന്തായാലും സ്കൂൾ തുറക്കും. അപ്പോൾ മക്കളെ, നിങ്ങളുടെ +1 ഒക്കെ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് കൂടി അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ +2 ക്ലാസ്സിലേക്ക് കടക്കാൻ പോകുന്നത്. അത് മാത്രമല്ല വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്കൂൾ ലൈഫിലെ ഏറ്റവും അവസാനത്തെ വർഷം നിങ്ങൾ അടിച്ചു പൊളിച്ച് വളരെയധികം എൻജോയ് ചെയ്ത് നിങ്ങൾ ലൈഫ് തീർക്കേണ്ട, അതായത് സ്കൂൾ ലൈഫ് തീർക്കേണ്ട ഒരു വർഷം കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ വളരെ സന്തോഷമായിട്ട് പോവുക. ഉറപ്പായിട്ടും സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ നിന്നൊക്കെ ആദ്യം കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ +1 മാർക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. സോ സേഫ് സൈഡ് പറഞ്ഞു തരട്ടെ, ഒന്ന് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ A+ഉം A എന്ന് പറഞ്ഞ് കഷ്ടപ്പെടേണ്ട, ജസ്റ്റ് ആ പെർസെൻറ്റേജ് അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു സേഫ്റ്റി ആവും. ഓക്കെ, സോ അത് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ഉന്മേഷം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, നമ്മുടെ +1 നമുക്ക് മിസ്സായ കുറേ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ, നമ്മൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവരെയൊക്കെ ഒന്നുകൂടി കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ്. സോ സ്കൂൾ ലൈഫ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. നല്ലൊരു വർഷം തന്നെ ആകട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. നല്ലൊരു മൊമെന്റ് തന്നെ നിങ്ങൾക്ക് 12th കിട്ടട്ടെ. ഒപ്പം നമ്മുടെ ക്ലാസ്സസും നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സസും ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം, ഫുൾ മാർക്ക് വാങ്ങിക്കാം. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ സ്കൂൾ ലൈഫ് സ്റ്റാർട്ടിങ്.